വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് വെടിയേറ്റ സ്ഥലത്ത് പ്രാർത്ഥന നടത്തി ലയോ 14 പാപ്പ. വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ പൊതുകൂടിക്കാഴ്ചയ്ക്കെത്തിയ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പ തന്റെ മുൻഗാമികളിൽ ഒരാളായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് വെടിയേറ്റ സ്ഥലത്തെത്തി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. 1981 മെയ് 13 ബുധനാഴ്ച പൊതുകൂടിക്കാഴ്ചയ്ക്കെത്തിയ അവസരത്തിലായിരുന്നു വിശുദ്ധനെതിരെ ആക്രമണം നടന്നത്. മരിയ ഭക്തനായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് നേരെ 45 വർഷങ്ങൾക്ക് മുൻപ് ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ ഉണ്ടായ ആക്രമണത്തെ അനുസ്മരിച്ച ലയോ പാപ്പ ഈ ബുധനാഴ്ചയിലെ പ്രഭാഷണം പരിശുദ്ധ മറിയവും സഭയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് നടത്തിയത്. 1981 മെയ് 13 പൊതുകൂടിക്കാഴ്ചയ്ക്കിടയിൽ തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച് വിശ്വാസികളെ അഭിവാദനം ചെയ്യുന്നതിനിടെ മുഹമ്മദ് അലി അഗ്ഗ എന്ന അക്രമി അടുത്ത ദൂരത്തിൽ നിന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് നേരെ വെടി ഉതിർത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തിന് റോമിലെ ജമല്ലി ആശുപത്രിയിലാണ് അടിയന്തര ചികിത്സ നടത്തിയത്. അവിടെ നടന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം നൽകിയ സന്ദേശത്തിൽ ആക്രമണം നടത്തിയ വ്യക്തിയോട് താൻ ക്ഷമിക്കുന്നുവെന്ന് പാപ്പ പ്രഖ്യാപിക്കുകയും തനിക്ക് വെടിയേറ്റതിന്റെ 1ാം വാർഷിക ദിനത്തിൽ, അതായത് 1982 മെയ് 13 ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഫാത്തിമനാഥയുടെ സന്നിധിയിലെത്തുകയും നന്ദി സൂചകമായി പരിശുദ്ധ അമ്മയ്ക്ക് മകുടം ചാർത്തുകയും ചെയ്തിരുന്നു. പാപ്പയുടെ ശരീരത്തിൽ നിന്നെടുത്ത 2 വെടിയുണ്ടകളിൽ ഒരെണ്ണം ഈ കിരീടത്തിൽ പതിച്ചിട്ടുണ്ട്. ഇതേ വർഷം ഡിസംബർ 27 പാപ്പ റോമിലെ റെബീബിയയിലുള്ള തടവറയിലെത്തി അലി അഗ്ഗായെ സന്ദർശിക്കുകയും മാപ്പ് നൽകുകയും ചെയ്തിരുന്നു. പാപ്പയുടെ അഭ്യർത്ഥന പ്രകാരം ഇറ്റാലിയൻ പ്രസിഡന്റ് കാർലോ അസഗ്ലിയോ സിയാനി കുറ്റവാളിക്ക് മാപ്പ് നൽകി. വൈകാതെ ഇയാളെ തുർക്കിയിലേക്ക് മടക്കിയേക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം അനുഭവിച്ചറിഞ്ഞ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ എന്ന നിലയിൽ താൻ സ്വീകരിച്ചിരുന്ന "ഞാൻ പൂർണ്ണമായും നിനക്കുള്ളവൻ" എന്ന വാക്യം രേഖപ്പെടുത്തിയ പരിശുദ്ധ അമ്മയുടെ ചിത്രം അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ ചുമരിൽ സ്ഥാപിക്കുകയും പരിശുദ്ധ മറിയത്തിന് തന്നെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമനെതിരെ അക്രമം നടന്നിടത്ത് അദ്ദേഹത്തിന്റെ സ്ഥാനിക ചിഹ്നം ആലേഖനം ചെയ്ത വെളുത്ത മാർബിൾ ഫലകവും സ്ഥാപിച്ചിട്ടുണ്ട്. ഫാത്തിമ മാതാവിന്റെ സന്ദേശം ലോകത്തിന് സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ആഹ്വാനമാണെന്ന് ഓർമ്മിപ്പിച്ച ലയോ പാപ്പ യുദ്ധം മൂലം ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കായി മറിയത്തിന്റെ നിർമ്മല ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ ഏവരോടും അഭ്യർത്ഥിച്ചു. കേരളവാണി ന്യൂസ്, കൊച്ചി.